ഹായ്, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ എടുത്തത് ഡെറിവേറ്റീവ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആയിരുന്നു എടുത്തത്. ഓക്കെ, സൈൻ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്താണ് കിട്ടിയത്? കോസ് എക്സ്, കോസ് എക്സിന് മൈനസ് സൈൻ എക്സ്, ടാൻ എക്സിന് സീക്ക് സ്ക്വയർ എക്സ്. കോൺസ്റ്റന്റ് ഫംഗ്ഷന് ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ എന്താ കിട്ടിയത്? 0. എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ 1, എക്സ് സ്ക്വയറിന് ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ 2x. ഓക്കെ, ദെൻ 1/x ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ -1/x². ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് തന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി 4 മാർക്കിന് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഡെറിവേറ്റീവ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്നില്ല, ഫൈൻഡ് ദി ഡെറിവേറ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാം എന്നതാണ് ഞാൻ ഇനി എടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് +2 കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്റർ ഉണ്ട്, അതിൻ്റെ ബേസ് കൂടിയാണിത്. ഓക്കെ, എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുവാൻ ശ്രമിക്കുക. ഓക്കെ, എന്നാ ഒന്നാമത്തെ ഇനി കുറച്ച് റിസൾട്ട് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ, d/dx ഓഫ് കോൺസ്റ്റന്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? 0 ആണ്. ഓക്കെ, നെക്സ്റ്റ് d/dx ഓഫ് x⁻n എന്താണ്? nx⁻n-1. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് d/dx ഓഫ് സൈൻ എക്സ്. ഇതൊക്കെ നിങ്ങൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് പ്രൂവ് ചെയ്തതാണ്. d/dx എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് d/dx. d/dx ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു കോസ് എക്സ്. ഓക്കെ, d/dx ഓഫ് കോസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. d/dx ഓഫ് കോസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. ഓക്കെ, നെക്സ്റ്റ് d/dx ഓഫ് ടാൻ എക്സ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ്. എന്താണ്? d/dx ഓഫ് ടാൻ എക്സ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ്. ഓക്കെ, നെക്സ്റ്റ് d/dx ഓഫ് കൊസീക്ക് എക്സ്. ഓക്കെ, ഈക്വൽ ടു മൈനസ് കൊസീക്ക് എക്സ് ഇൻറ്റു കോട്ട് എക്സ്. ഓക്കെ, നെക്സ്റ്റ് d/dx ഓഫ് സീക്ക് എക്സ് ഈക്വൽ ടു സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്. ഓക്കെ, സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്. നെക്സ്റ്റ് റിസൾട്ട് d/dx ഓഫ് കോട്ട് എക്സ് ഈക്വൽ ടു മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ്. d/dx ഓഫ് കോട്ട് എക്സ് ഈക്വൽ ടു മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ്. നെക്സ്റ്റ് റിസൾട്ട് d/dx ഓഫ് e⁻x എന്ന് പറഞ്ഞാൽ e⁻x തന്നെ d/dx ഓഫ് log x ഈക്വൽ ടു 1/x. ഇതാണ് ഞാനിവിടെ എഴുതിയ ഇത്രയും റിസൾട്ടാണ് സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ. ഓക്കെ, നിങ്ങൾക്ക് അവിടെ ഒരു ചെറിയൊരു ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞു തരാം. d/dx ഓഫ് കോസ് എക്സ് സി, കൊസീക്ക് എക്സ് സി, കോട്ട് എക്സ് സി എന്ന് കണ്ട്. അപ്പോൾ റിസൾട്ടിൽ നെഗറ്റീവ് ഉണ്ടല്ലോ, അങ്ങനെയാണ് നിങ്ങൾ മറന്നു പോകരുത്. d/dx ഓഫ് കോസ് എക്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്താണ് പറയേണ്ടത്? നെഗറ്റീവ്. ഓക്കെ, ദെൻ സൈൻ എക്സ്. ഓക്കെ, d/dx ഓഫ് കൊസീക്ക് എക്സ് ഫസ്റ്റ് നെഗറ്റീവ്. ഓക്കെ, നെഗറ്റീവ് കൊസീക്ക് എക്സ് കോട്ട് എക്സ്. ക്ലിയർ ആയല്ലോ? ഈ റിസൾട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഡിഫറൻസിയേഷനിലെ ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും, എക്സാമിന് ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതിൽ എങ്ങനെ ക്വസ്റ്റ്യൻ വരാമെന്ന് നോക്കാം. നിങ്ങൾ ഈ റിസൾട്ടൊക്കെ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ എഴുതി വെക്കേണ്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നോക്കാം. ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് ദി ഫോളോയിങ് ആണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് ദി ഫോളോയിങ്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 100നെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? 100നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്താണ്? d/dx ഓഫ് 100 ഈക്വൽ ടു എന്താണ്? 0 ആണ്.
എന്താണ് അതിൻ്റെ റീസൺ എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് എന്താണ്? 0 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ sin 45 d by dx of sin 45. ഓക്കെ, ഞാനിതാ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും ആൻസർ ചെയ്യുക cos 45 എന്നാണ്. ആൻസർ തെറ്റാണ്. ഇതിൻ്റെ ആൻസർ 0 ആണ്. എന്താണ് അതിൻ്റെ റീസൺ എന്താണ്? sin 45 ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അപ്പോൾ d by dx ഓഫ് കോൺസ്റ്റന്റ് എന്താണ്? 0 ആണ്. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് d by dx ഓഫ് എക്സ് എന്നാണ്. എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആണ്. ഇനി d by dx ഓഫ് എക്സ് സ്ക്വയർ എന്നാണ്. എക്സ് സ്ക്വയർ ഇവിടെ അപ്ലൈ ചെയ്യേണ്ട റിസൾട്ട് d by dx ഓഫ് എക്സ് റേസ് ടു n ഈക്വൽ ടു n x റേസ് ടു n മൈനസ് 1. ഓക്കെ, d by dx ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2x റേസ് ടു 2 മൈനസ് 1 ഈക്വൽ ടു 2x. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ് ക്യൂബിനെ ഡിഫറൻഷിയേറ്റ്. എക്സ് ക്യൂബ് nx റേസ് ടു n മൈനസ് 1 3x റേസ് ടു 3 മൈനസ് 1. ഓക്കെ, 3x സ്ക്വയർ. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ d by dx ഓഫ് എക്സ് റേസ് ടു 10 എന്തായിരിക്കും ആൻസർ? 10x റേസ് ടു 9. ക്ലിയർ ആയല്ലോ. ഓക്കെ, ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. d by dx ഓഫ് എക്സ് എന്താണ്? d by dx ഓഫ് എക്സ് 1 ആണ്. ഓക്കെ, d by dx ഓഫ് എക്സ് സ്ക്വയർ 2x, എക്സ് ക്യൂബ് 3x സ്ക്വയർ, എക്സ് റേസ് ടു 10, 10x റേസ് ടു 9. ക്ലിയർ ആണല്ലോ. എക്സ് റേസ് ടു 100, 100x റേസ് ടു 99. ഓക്കെ, എക്സ് റേസ് ടു 10, 10x റേസ് ടു 9. ഓക്കെ, വളരെ പെട്ടെന്ന് ഈ റിസൾട്ട് ഒന്നും ഇനി അപ്ലൈ ചെയ്യാണ്ട് തന്നെ നിങ്ങൾക്കറിയാം d by dx ഓഫ് എക്സ് റേസ് ടു 20 എന്താണ്? 20x റേസ് ടു 19. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് 1 by x ആണ് അടുത്ത ക്വസ്റ്റ്യൻ. 1 by x 1 by x-ന് ഡെറിവേറ്റീവ് നമുക്ക് നോക്കാം. d by dx ഓഫ് 1 by x. ഓക്കെ, d by dx ഓഫ് എക്സ് റേസ് ടു മൈനസ് 1 അല്ലേ? d by dx ഓഫ് എക്സ് റേസ് ടു 1. ഇവിടെ എക്സ് റേസ് ടു എന്നിൻ്റെ റിസൾട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 1 എക്സ് റേസ് ടു മൈനസ് 1 മൈനസ് 1 ഈക്വൽ ടു മൈനസ് 1 എക്സ് റേസ് ടു മൈനസ് 2 ഈക്വൽ ടു മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ. ഓക്കെ, ഇതിൻ്റെ റിസൾട്ട് എന്താണ്? d by dx ഓഫ് 1 by x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ. ഓക്കെ ആണല്ലോ. ഞാൻ ഇതെടുക്കുന്നത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഞാൻ എടുക്കുന്നത്. ഇനി അടുത്തത് d by dx ഓഫ് 1 by x ക്യൂബ്. ഓക്കെ, d by 1 by x സ്ക്വയർ ആയിക്കോട്ടെ. d by dx ഓഫ് എക്സ് റേസ് ടു മൈനസ് 2 minus 2x raised to minus 2 minus 1 equal to minus 2 x raised to minus 3 equal to minus 2 by x cube. Okay അല്ലേ? അങ്ങനെയാണെങ്കിൽ d by dx of 1 by x cube എന്തായിരിക്കും? minus 3 by x raised to 4 ആയിരിക്കും. Okay, d by dx of 1 by x raised to 4 എന്തായിരിക്കും? minus 4 by x raised to 5. ഓക്കെ ആണല്ലോ. ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസ്. ഓക്കെ, ഇത്രയും റിസൾട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് 4x plus 3 ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് 4x plus 3. 4x plus 3 ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? d by dx of 4x plus 3. ഓക്കെ, രണ്ട് ടേം ചെയ്തിട്ട് രണ്ട് ടേം ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. d by dx of 4x plus d by dx of 3 എന്ന് എഴുതുന്നു. 4 അവിടെ വെക്കുക. എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആണ്. 4 into 1 പ്ലസ് 3നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ്. ആൻസർ എന്താണ്? ആൻസർ 4 ആണ്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് x minus 1 by x. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ x minus 1 by x. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ ആൻസർ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് മൈനസ് 1/x ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് 1/x. ഓക്കെ, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്താണ്? 1 ആണ്. മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് 1/x എന്താണ്? ഞാൻ നേരത്തെ ചെയ്തു തന്നിട്ടുണ്ട്. 1/x എന്താണ്? മൈനസ് 1/x² ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? 1 + 1/x². ക്ലിയർ ആണല്ലോ? ഓക്കെ, നേരത്തെ തന്ന റിസൾട്ട് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 100x³ പ്ലസ് 50x² പ്ലസ് 25x പ്ലസ് 10. ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ എന്തായിരിക്കാം? ഡി ബൈ ഡി എക്സ് ഓഫ് 100x³ പ്ലസ് 50x² പ്ലസ് 25x പ്ലസ് 10. ഓക്കെ, നമുക്ക് നോക്കാം. ഡി ബൈ ഡി 100 കോൺസ്റ്റന്റ് ആണ്. 100 ഇൻറ്റു x³ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3x² ആണ്. പ്ലസ് 50 ഇൻറ്റു x² ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2x ആണ്. പ്ലസ് 25 ഇൻറ്റു 1. ഓക്കെ, 100 ഇൻറ്റു 3 300x² പ്ലസ് 50 ഇൻറ്റു 2 100x പ്ലസ് 25. ഈ 10 ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ്. പ്ലസ് 0. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ. ക്ലിയർ ആകുന്നുണ്ടല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5 sin x പ്ലസ് cos x മൈനസ് 2/x⁻10 പ്ലസ് 10x�9. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ എഴുതാ? ഡി ബൈ ഡി എക്സ് ഓഫ് ഇത് 5 ഇൻറ്റു സൈൻ എക്സിന് ചെയ്തു കഴിഞ്ഞാൽ കോസ് എക്സ്, കോസ് എക്സിന് ചെയ്താൽ മൈനസ് സൈൻ എക്സ്, -2 അവിടെ വെച്ച് 1/x⁻10 ചെയ്താൽ മൈനസ് 10/x⁻11 പ്ലസ് 10 ഇൻറ്റു x�9 9x�8. ഓക്കെ, ഇതാണല്ലോ ഇതിൻ്റെ ആൻസർ. ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഓക്കെ, ഇനി അടുത്ത, ഇതൊക്കെ ബേസ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അടുത്ത ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ, x sin x. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് x sin x. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് x sin x. ഓക്കെ, ഡി ബൈ ഡി എക്സ് ഓഫ് x ഇൻറ്റു സൈൻ എക്സ്. എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1, സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ കോസ് എക്സ്. ഇതല്ലേ ഇതിൻ്റെ ആൻസർ. ഒരു കാരണവശാലും ഇങ്ങനെ എഴുതാൻ പാടില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ഒരു എക്സ് ഒരു ഫംഗ്ഷനാണ്, സൈൻ എക്സ് വേറൊരു ഫംഗ്ഷനാണ്. എക്സ് ഒരു ഫംഗ്ഷനാണ്, സൈൻ എക്സ് വേറൊരു ഫംഗ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടത് എക്സ് സൈൻ എക്സ്, ഇവിടെ നിങ്ങൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഇവിടെ നിർബന്ധമായിട്ടും പ്രോഡക്റ്റ് റൂൾ. അപ്പോൾ ഞാനൊരു പുതിയ കാര്യം പറയുന്നു. എന്താണ് പ്രോഡക്റ്റ് റൂൾ? ഓക്കെ, പ്രോഡക്റ്റ് റൂൾ പറയുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് യു വി ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ. ഡി ബൈ ഡി എക്സ് ഓഫ് യു വി ഈക്വൽ ടു u ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് വി പ്ലസ് വി ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് യു. അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് റിസൾട്ട് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് യു വി ഈക്വൽ ടു u ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് വി പ്ലസ് വി ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് യു. ക്ലിയർ ആണല്ലോ? ഇവിടെ പ്രൊഡക്റ്റ് റൂള് നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ യു എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് പ്ലസ്
sin x into d by dx of x, okay, equal to x into d by dx of sin x എന്താ? ഈ എക്സിനെ ഒന്നും ചെയ്യുന്നില്ല, x എന്ന് എഴുതി. d by dx of sin x എന്താണ്? cos x ആണ്, പ്ലസ് sin x into d by dx of x എന്താണ്? d by dx of x 1 ആണ്. അതായത് x cos x plus sin x. ഇതാണ് ഇതിന്റെ ആൻസർ. ക്ലിയർ ആണല്ലോ? പ്രൊഡക്റ്റ് റൂൾ എന്താണ്? d by dx of uv equal to u into d by dx of v plus v into d by dx of u. ഓക്കെ, പ്രൊഡക്റ്റ് റൂൾ എവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? ഒരു ഫംഗ്ഷനാ വേറൊരു ഫംഗ്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന കേസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത്? പ്രൊഡക്റ്റ് റൂള് യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് x സ്ക്വയർ tan x, x സ്ക്വയർ ഇൻറ്റു tan x. ഓക്കെ, ഇവിടെ ഏത് റിസൾട്ട് അപ്ലൈ ചെയ്യണം? പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുക u ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു d by dx of tan x plus tan x into d by dx of x square. Okay, next x square into d by dx of tan x എന്താണ്? sec square x ആണ്, plus tan x into d by dx of x square എന്താണ്? 2x. ഇതാണ് ഇതിന്റെ ആൻസർ. ക്ലിയർ ആയല്ലോ? ഓക്കെ, നിങ്ങൾക്ക് പ്രൊഡക്റ്റ് റൂൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു. പ്രൊഡക്റ്റ് റൂള് രണ്ട് ഫംഗ്ഷനെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ പ്രൊഡക്റ്റ് റൂള് അപ്ലൈ ചെയ്യണം. ഓക്കെ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് എന്ന് ചോദിച്ചു. റൂട്ട് എക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ്. എന്താണ് റൂട്ട് എക്സ്? എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് എങ്ങനെയാണ് ചെയ്യുക? ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് നമുക്ക് വേണം. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു ഹാഫ് എന്ന് എഴുതി. റൂട്ട് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു ഹാഫ് ആണ്. ഇവിടെ എക്സ് റേസ് ടു എന്നിന്റെ റിസൾട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1. ഓക്കെ, ഹാഫ് ഇൻറ്റു എക്സ് റേസ് ടു ഹാഫ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് ഹാഫ് ആണ്. ഹാഫ് ഇൻറ്റു എക്സ് റേസ് ടു എക്സ് റേസ് ടു മൈനസ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു ഹാഫ് എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ 1/2 റൂട്ട് എക്സ്. അതായത് ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് എന്താണ്? 1/2 റൂട്ട് എക്സ് ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡെറിവേറ്റീവിൻ്റെ ബേസ് ആണ് ഞാൻ തന്നത്. പ്രൊഡക്റ്റ് റൂൾ വരെ എടുത്തിട്ടുണ്ട്. പ്രൊഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ഓഫ് യു വി ഈക്വൽ ടു യു ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് വി പ്ലസ് വി ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് യു. ഓക്കെ, പ്രൊഡക്റ്റ് റൂള് യൂസ് ചെയ്ത പ്രോബ്ലം ഞാൻ ചെയ്തു. ഇനി ബാക്കിയുള്ളത് ഈ കോഷ്യൻ റൂൾ കൂടിയാണ് ബാക്കിയുള്ളത്. ഈ ടോപ്പിക്കൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ കോഷ്യൻ റൂള് യൂസ് ചെയ്ത പ്രോബ്ലംസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്